നമസ്തേ, രവിയാണ്. പുതിയൊരു പ്രതിഭാസം രൂപപ്പെട്ടിരിക്കുക നമ്മുടെ ഭാരതത്തിൽ. കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലേക്കൊക്കെ അറിയാം. വീട്ടിൽ നാശമല്ലാതെ നന്മ ചെയ്യാത്തൊരു സാധനമാണ് ഈ കോക്രോച്ച്. അപ്പോൾ ആ പാർട്ടിയിൽ തന്നെ മനസ്സിലാക്കുന്നത് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒത്തുകൂടൽ എന്നുള്ളതാണ്. രാജ്യത്തിലെ സുരക്ഷാ ഏജൻസികളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോഴും നമ്മൾ ഓരോ രാജ്യത്തിൻ്റെ നന്മ, രാജ്യത്തിൻ്റെ പുരോഗതി ലക്ഷ്യമാക്കുന്ന ഓരോരുത്തരും പ്രതികരിക്കണം. ഇങ്ങനെയുള്ളവരെയൊന്നും എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല, നശിപ്പിച്ചളയണം. എൻ്റെ അഭിപ്രായത്തിൽ വെടിവെച്ച് കൊല്ലണം ഇത് തുടങ്ങുന്നവരാരായാലും. രാജ്യവിരുദ്ധ ശക്തികളെ ഇപ്പോൾ വെളിയിൽ നിന്ന് തീവ്രവാദികളൊക്കെ വരുമ്പോൾ അതല്ല ചെയ്യുന്നു. രാജ്യത്തിനകത്ത് തീവ്രവാദം നടത്തുന്നവരെയും അതേപോലെ തന്നെ ചെയ്യണം. ഇപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതിയെ ബാധിക്കുന്ന വിധത്തിൽ ഒരു പുതിയ ജൻസി പ്രക്ഷോഭത്തിന് ആഹ്വാനം. ഇത് AAPയും കോൺഗ്രസ്സിലെ രാഹുൽ ഗാന്ധിയൊക്കെ അത് ചെയ്തതാണ്. അതൊന്നും വിജയിക്കുന്നില്ല. എന്ന് വെച്ചാൽ നന്മയുടെ ഉറവിടമായ നരേന്ദ്രമോദിജി ഭരിക്കുന്ന ഭാരതത്തിൽ എല്ലാവരും സുരക്ഷിതരാണ്, എല്ലാവരും സംതൃപ്തരാണ്. ഈ സംതൃപ്തി ഇല്ലാത്തവർ കള്ളപ്പണക്കാരും തീവ്രവാദികളും മാത്രം. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഇതിനെ കാണുന്നത്. രാജ്യത്തെ സ്നേഹിക്കുന്നവരെല്ലാവരും ഒന്നിക്കണം. ഇതുപോലുള്ള ആൾക്കാരെ ശക്തി പ്രാപിക്കാൻ വിടരുത് എന്നുള്ളതാണ് അഭിപ്രായം. അപ്പോൾ രാജ്യത്തിൻ്റെ ഏജൻസികൾക്കൊക്കെ ഒരു ഇതുണ്ട്. അവർ വന്ന് ഇടപെടുമ്പോഴേക്കും ഇവർ ആവിഷ്കാര സ്വാതന്ത്ര്യം, അത് എന്താവിഷ്കാരം, രാജ്യത്തിനെതിരെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം. അതൊക്കെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലണം. അതാണ് ഇതിനുള്ള പ്രതിവിധി. അല്ലാതെ ഇപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു ഓൺലൈൻ ഇതിനെ ഹാക്ക് ചെയ്തിട്ടോ അത് നിർത്തലാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇതാരാണോ തുടങ്ങുന്നത് സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുക. രാജ്യവിരുദ്ധതയാണ് ഇതിൻ്റെ മുഖമുദ്ര എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് പേരിൽ തന്നെ മനസ്സിലാവും. കോക്രോച്ച് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അതിനെ ഹിറ്റടിച്ച് കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഹിറ്റ് ചെയ്യുക അവരെ. ഒരു ഇതുമില്ല. ഈ പറയുന്ന തീവ്രവാദത്തിനെതിരെ തീവ്രവാദം തന്നെയാണ് മറുമരുന്ന്. കൊല്ലുക. അത് അജിത് ഡോവൽജീനെ ഏൽപ്പിച്ചാൽ മതി, ബാക്കിയൊക്കെ അദ്ദേഹം ചെയ്തോളും. എന്നിട്ട് അത് മാപ്രകളിട്ട് ആഘോഷിക്കാൻ. ആദ്യം ഈ മാപ്രകളെയും ഇതേ തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായം. ആദ്യം അവരുടെ ഈ വരുമാന സ്രോതസ്സിനെ കുറിച്ച് കണ്ടെത്തിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അവരും ഇവരും ഇങ്ങനെയുള്ള ഇപ്പോൾ ഭാരതത്തിനെതിരെ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെ വിദേശ ഫണ്ടിന് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതാണ്. തീർത്ത് കളയുക. വേറെ ഒന്നും ഇതിന് പ്രതിവിധിയില്ല. രാജ്യത്ത് എന്തെങ്കിലും അടിയന്തരാവസ്ഥ പോലെയുള്ളൊരു സംഭവങ്ങൾ നടക്കഴിഞ്ഞാൽ പ്രതികരിക്കണതിലൂടെ വളരെ ജനാധിപത്യമായിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം, അങ്ങനെയുള്ളൊരു രാജ്യത്ത് അത് രാജ്യം സാമ്പത്തികമായിട്ട് പുരോഗമിക്കണം. ഈ യുദ്ധത്തിൽ പോലും നമ്മുടെ രാജ്യം തളരുന്നില്ല. പശ്ചിമേഷ്യൻ യുദ്ധം എന്നൊക്കെ പറയുന്നത് നമ്മളെ കുറേയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ലോകത്ത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മളെ ബാധിച്ചത് കുറവാണ്. അത് നരേന്ദ്രമോദിയുടെ കഴിവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ പ്രലോഭിപ്പിക്കണം. മനസ്സിലായ രാജ്യത്തിൻ്റെ വികസനം ഇവർക്ക് ദഹിക്കുന്നില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു വെച്ചാൽ രാജ്യവിരുദ്ധ ശക്തിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കുപ്പത്തൊട്ടിയിൽ ജനിച്ചവൻ, തീവ്രവാദിക്ക് ജനിച്ചവനൊക്കെ ഇങ്ങനെയൊരു കണ്ടെത്തലുമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും CPMഉം രാഹുൽ ഗാന്ധിയും അതുപോലെ അരവിന്ദ് കെജ്രിവാളും മമതാ ബാനർജി ഇവരൊക്കെയാണ് രാജ്യവിരുദ്ധ ശക്തിയുടെ തലതൊട്ടപ്പന്മാർ. ഇവരാണ് ആദ്യം തന്നെ ഇവരെ സഹായിക്കുന്നത്. പിന്നെ നമ്മുടെ മാപ്രകൾ, മലയാള മാധ്യമ പ്രവർത്തകർ. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ അജിത് ഡോവൽജീനെ ഏൽപ്പിക്കുക, തീർത്ത് കളയുക. അതിന് കൂടുതലായിട്ട് പ്രതിവിധിയില്ല. പിന്നെ ഒരുത്തനും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന അതാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം ഇന്ദിരാഗാന്ധിയൊക്കെ അതിൻ്റെ അടിയന്തരാവസ്ഥയല്ല, അതിൻ്റെ അപ്പുറം ഇപ്പം ചെയ്തിട്ട് കൊന്നുകളഞ്ഞിട്ടുണ്ടാവും ഈ പ്രതിപക്ഷ ശക്തികളെയൊക്കെ. ഇത്രയും തോന്നിയവാസങ്ങൾ ചെയ്തിട്ടും വളരെ സമാധാനത്തോടു കൂടിയിട്ട് ജനാധിപത്യ മര്യാദ പാലിച്ചിട്ട് ഇവർക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണമാണ് നമ്മുടെ ഭാരതത്തിൽ നടക്കുന്നത്. പക്ഷേ എന്നിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെ പ്രക്ഷോഭം നടത്താൻ പറ്റും, എങ്ങനെയാണ് ഈ രാജ്യത്തിനെ നശിപ്പിക്കാൻ പറ്റുക
എന്നൊക്കെ ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അത് രാജ്യവിരുദ്ധ ശക്തികളുടെ പിടിയിൽപ്പെട്ടിട്ടാണ്. അപ്പോൾ അവരെയൊന്നും നമുക്ക് ഒരു കാരണവശാലും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ദേശസ്നേഹികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ പൈസേനെ മാത്രം ആഗ്രഹിച്ചിട്ട് വിടുപണി ചെയ്യുന്ന നമ്മുടെ മലയാള മാധ്യമ പ്രവർത്തകർ, അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ ശക്തികളെന്ന് പറയുന്നില്ല, കുറേ മാക്സിമം 90.9% പ്രതിപക്ഷ കക്ഷികളും ഒക്കെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് അടിമപ്പെട്ടവരാണ്. അപ്പോൾ അവരൊക്കെ ഇവരെ സഹായിക്കാൻ നിൽക്കുന്നതിനൊന്നും നിന്നു കൊടുക്കാൻ പാടില്ല. ഇത് ആരാണോ തുടങ്ങുന്നത് അവരെ കാച്ചിക്കളയുക. പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ട് ഇവിടെ തീവ്രവാദം ചെയ്തു പോകുന്നതിന് തുല്യമാണ് ഇങ്ങനെയുള്ള സംഭവം. കോക്രോച്ച് ജനതാ പാർട്ടി, എന്ത് ജനതാ പാർട്ടിയാണത്? കോക്രോച്ച്, ആ പേരിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് രാജ്യത്തിനെ കരണ്ട് തിന്നാൻ വന്നിട്ടുള്ളതാണ്. കൂറകൾ അങ്ങനെയാണ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഭക്ഷണ വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ കാർന്ന് തിന്നിട്ട് നശിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യലി പേപ്പറുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കും, തുണികളെ നശിപ്പിക്കും. ഈ നശിപ്പിക്കുന്ന പരിപാടിയാണ് കോക്രോച്ച്. അപ്പോൾ കറക്റ്റ് തുടങ്ങിയവൻ എന്തായാലും അവൻ്റെ മനസ്സിലിരിപ്പ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്തിനെ കാർന്ന് തിന്നാൻ വന്ന ഒരു പാർട്ടി, ഒരു സംഘടിപ്പിക്കുന്ന ഒരു പ്രവണത, അത് നശിപ്പിച്ചളയുക. അവൻ എങ്ങനെയാണോ രാജ്യത്തിനെ നശിപ്പിക്കാൻ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അവരെ നശിപ്പിച്ച് കളയുക. അത് ജയിലിലടയ്ക്കുക, പിടിക്കുക, അത് കോടതിയിൽ പോവുക, ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ളൊരു പരിപാടിക്കൊന്നും നിൽക്കരുത്. പട്ടാളത്തിനെ വെച്ച് കീച്ച് കളയുക. അത്രയും രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രായത്തിൽ പോലും എനിക്ക് ദഹിക്കുന്നില്ല ഇവരുടെ തോന്നിയവാസങ്ങൾ. സത്യം പറഞ്ഞു വെച്ചാൽ ഒരു തോക്കോ മെഷീൻ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഇതുകളൊക്കെ ഞാൻ തീർത്തിട്ട് ജയിലിൽ പോയി കിടക്കും. രാജ്യത്തിന് വേണ്ടിയിട്ടല്ല, ഞാൻ തയ്യാറാണ്. ഇതുപോലെ എന്നെപ്പോലെ അനേകം കോടി ജനങ്ങളുണ്ട് ഇവിടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ. അപ്പോൾ അവരെ ഏൽപ്പിച്ചാൽ മതി, അവർ കൈകാര്യം ചെയ്തോളും. ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. രാജ്യവിരുദ്ധ ശക്തികൾ അഴിഞ്ഞാടുമ്പോൾ എനിക്കെന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഞാൻ അത്രേ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട്. അതിപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോഴായാലും ശരി, വേറെ ആരെങ്കിലും ഭരിക്കുമ്പോഴും ശരി. ഇപ്പോൾ ഏറ്റവും എനിക്ക് 64 വയസ്സായി. ഞാൻ കണ്ട ഏറ്റവും നല്ല ഭരണമാണ് ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അടിമയൊന്നുമല്ല ഞാൻ. ആരാണോ നല്ലത് ചെയ്ത് അത് നല്ലതാണെന്ന് പറയും. ഇപ്പോൾ BD സതീശൻ 2-3 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അത് നല്ല തീരുമാനങ്ങളാണ്. പക്ഷേ BD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിമയായിട്ട് പോകുമ്പോൾ അതും ഞാൻ പറയും അത് ശരിയല്ല, അത് രാജ്യവിരുദ്ധ ശക്തിയാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പം നല്ലത് ആര് ചെയ്താലും നല്ലതാണെന്നും, തോന്നിയവാസം ആര് ചെയ്താലും തോന്നിയവാസമാണെന്നും പറയും. ഇപ്പം രാജ്യം നിൽക്കുന്നത് ഏറ്റവും നല്ല ഭരണം, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഭരണത്തിൻ്റെ കീഴിലാണ്. ഇതിനെതിരെ പ്രക്ഷോഭം നയിക്കുന്നവർ മുഴുക്ക രാജ്യവിരുദ്ധ ശക്തികളുടെ പൈസയെ മോഹിച്ചിട്ടാണ്. അവർക്ക് ഇന്നിപ്പോൾ ഒരു ചർച്ചയിൽ ഒരുത്തൻ വന്നിട്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ചർച്ചയിൽ മാപ്രകളെ പറ്റി അറിയാമല്ലോ, എന്തെങ്കിലും രാജ്യവിരുദ്ധത കിട്ടുമ്പോഴേക്കും അതിനെ ചർച്ചയാക്കും. അപ്പം അതിലിരുന്ന് പറയണം കേട്ടോ, ഇതിൽ ആര് മെമ്പറാവണം എന്നൊന്നും നമുക്ക് ഉത്തരവാദിത്വമില്ല. അതായത് രാജ്യവിരുദ്ധ ശക്തിയിൽ ആരെങ്കിലും വന്നിട്ട് മെമ്പറായാലൊന്നും അവന് ഉത്തരവാദിത്വമില്ല അത്ര. പിന്നെ ഇവനെന്തിനാണ് ഇതിലൊക്കെ? അപ്പോൾ ഇവനെയൊക്കെ കാച്ചിക്കളയണം. അത് മലയാളിയായാലും ശരി, തെലുങ്കനായാലും ശരി, കന്നഡക്കാരനായാലും ശരി, ഹിന്ദിക്കാരനായാലും ശരി, തമിഴനായാലും ശരി, രാജ്യവിരുദ്ധത ആരാണോ ചിന്തിക്കുന്നത്, ആരാണോ പ്രവർത്തിക്കുന്നത്, അവനെ വെടിവെച്ച് കൊല്ലുക. ആ നിയമം കൊണ്ടുവരണം. രാജ്യവിരുദ്ധതയ്ക്കൊന്നും മാപ്പില്ല. അവരെ കോടതിയിൽ കൊണ്ടുപോയി വാദിച്ച് തെളിയിച്ച് അവനെ ജയിലിൽ പോയിട്ട് നമ്മളെപ്പോലുള്ളവരുടെ നികുതി പണം കൊണ്ട് അവന് തിന്നാൻ കൊടുത്ത് അതിനൊന്നും നിൽക്കരുത്. രാജ്യവിരുദ്ധത ആരാണോ ചിന്തിക്കുന്നത്, ആരാണോ പ്രവർത്തിക്കുന്നത്, സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുക. ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. പിന്നെ എല്ലാവരും ഇതുപോലെ തന്നെ ചിന്തിക്കുക, പ്രതികരിക്കുക, രാജ്യത്തിന് വേണ്ടി തന്നെ നിലനിൽക്കുക. ഇവരൊന്നും വന്നു കഴിഞ്ഞു വെച്ചാൽ ഇവരൊക്കെ രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. രാജ്യസ്നേഹികളൊക്കെ ഉണരുക, നന്നായി പ്രതികരിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.